അങ്ങനെ അവസാനം സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് തീരുമാനമായിരിക്കുകയാണ്. ICC T20 ലോകകപ്പിന് മുന്നോടിയുള്ള ഏക സന്നാഹ മത്സരത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് കളി നടക്കുന്നത്. ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനുമാണെന്ന് ടോസിന് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞു. അതേപോലെ തന്നെ പരിക്ക് ഭേദമായി തിരിച്ചെത്തിയ തിലക് വർമ്മന്റെ പ്രകടനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. കഴിഞ്ഞ ദിവസം USA നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ തിലക് വർമ്മ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കളിയിൽ 38 റൺസ് എടുത്തിട്ട് തിളങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂസിലാൻഡിനെതിരെ സമാപിച്ച T20 പരമ്പരയിൽ വൺ ഫ്ലോപ്പായ മലയാളി താരം സഞ്ജു സാംസന് ഒരവസരം കൂടി ഇന്ത്യ ഈ സന്നാഹ മത്സരത്തിൽ നൽകിയേക്കുണ്ടാവും. പക്ഷേ ഓപ്പണിംഗ് സ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റിയത് തന്നെ ഒരു മുൻകരുതലായി കണക്കാക്കാം. സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനും കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനുശേഷം വരുന്നത് ആരൊക്കെയാണെങ്കിൽ നോക്കാം. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, കുൽദീപ് യാദവ് ഇവരൊക്കെയാണ് കളിക്കുന്നത്. ഇതിൽ 11 പേരിനെ ഇന്ത്യൻ ടീമിന് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടോസ് ഇടുന്ന സമയത്തായിരിക്കും കളിയിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ടത്. പക്ഷേ ഇതിലങ്ങനെയല്ല. നമ്മൾ വാമപ്പ് മാച്ച് ആയതുകൊണ്ട് തന്നെ 11 പേരിലെ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ആരിനെ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് 11 പേരിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.